എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. കണ്ണൂർ യൂണിവേഴ്സിറ്റി FIUGP സെക്കൻഡ് സെമസ്റ്റർ റീവാലുവേഷൻ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായി ഈ കാണുന്ന വിദ്യാർത്ഥികളുടെ തീർച്ചയായും അടിക്കേണ്ട മറക്കേണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലേക്ക് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തന്നെ വളരെ പ്രധാനമറിയുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കണ്ണൂർ യൂണിവേഴ്സിറ്റി FIUGP സെക്കൻഡ് സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റീവാലുവേഷൻ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. വെബ്സൈറ്റ് വഴിയല്ല റിസൾട്ട് വരുന്നതെന്ന് ഓർത്തിരിക്കുക. എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമെയിലിലേക്ക്, നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഇമെയിൽ ID യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് റിസൾട്ടിൻ്റെ മെമ്മോ, ആ റിസൾട്ടിൻ്റെ ആ പേജ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും എന്ന് ഓർത്തിരിക്കുക. പല വിദ്യാർത്ഥികൾക്കും ഇമെയിൽ വന്നിട്ടുണ്ടാകും, ചില വിദ്യാർത്ഥികൾക്ക് വരും, വെയിറ്റ് ചെയ്യുക. അപ്പോൾ റിസൾട്ട് വരുന്നത് വെബ്സൈറ്റ് വഴിയല്ല, നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ടൈമിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ കൊടുത്ത ഇമെയിൽ ID നിങ്ങളുടെ റിസൾട്ട് എന്ത് ചെയ്യുക വരിക. നിങ്ങളുടെ എക്സാം രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ആയിരിക്കുന്നുള്ള ഇമെയിൽ ID പരിശോധിച്ച് നോക്കുക. ഇമെയിൽ IDയിൽ നിന്നും യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള മെയിൽ വന്നിട്ടുണ്ടോ നോക്കുക. ആ മെയിൽ വഴിയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് വരിക. നിങ്ങൾക്ക് റിസൾട്ട് ലഭിച്ച്, റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങളുടെ കയ്യിൽ ലഭിച്ചു കഴിഞ്ഞ് അതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ, റിസൾട്ടിലെ മാർക്കുമായി ബന്ധപ്പെട്ടുള്ള പരാതികളുണ്ടെങ്കിൽ റിസൾട്ട് നിങ്ങൾക്ക് ലഭിച്ചതിന് ശേഷം 15 ദിവസത്തിനകം പരാതികൾ യൂണിവേഴ്സിറ്റിക്ക് സമർപ്പിക്കേണ്ടതാണ്. അതിനുശേഷം ലഭിക്കുന്ന പരാതികൾ ഒരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. ഓർത്തിരിക്കുക, റിസൾട്ട് ലഭിച്ചതിന് ശേഷം. ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 15 ദിവസത്തിനകം സമർപ്പിക്കാം. ഇനി എപ്പോഴാണോ വരുന്നത്, അപ്പോൾ കുറേ കുട്ടികൾക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ റിസൾട്ട് ലഭിച്ചതിന് ശേഷം 15 ദിവസത്തിനകം നിങ്ങൾക്ക് നിങ്ങളുടെ പരാതികൾ സമർപ്പിക്കാം. നിരവധി വിദ്യാർത്ഥികൾക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ റിസൾട്ട് എന്തായാലും വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പുതിയ കാണുന്ന ഫൗണ്ടർ സ്ക്രൈബ് ഫോർ ദ കരിയർ. താങ്ക് യു ഫോർ വാച്ചിങ്.